വില കൂടിയ പ്രീമിയം ബ്രാൻഡ് മദ്യം ഓൺലൈൻ ബുക്കിംഗിലൂടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നത് സർക്കാർ പരിഗണിക്കും. കഴിഞ്ഞ ദിവസം മന്ത്രി എം.ബി. രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ മേധാവികളുടെ യോഗത്തിലാണ് നിർദ്ദേശം. ദുരുപയോഗം തടയാൻ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ ഓൺലൈൻ ബുക്കിംഗിന് നിർബന്ധമാക്കിയേക്കും. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ടൂറിസം വകുപ്പിന്റെയും ചില ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മദ്യം വീടുകളിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് കരട് തയ്യാറാക്കി CPM-ലും ഇടത് മുന്നണിയിലുമടക്കം ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. നടപ്പാക്കാൻ അബ്കാരി നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഒഡീഷയിലും 2020-ൽ പശ്ചിമ ബംഗാളിലും നടപ്പാക്കിയിട്ടുണ്ട്. അതേസമയം ഇവിടെ എതിർപ്പുണ്ടാകാൻ സാധ്യത ഏറെയാണ്. കോവിഡ് കാലത്ത് കൺസ്യൂമർ ഫെഡ് ഹോം ഡെലിവറിയെക്കുറിച്ച് ആലോചിച്ചെങ്കിലും എതിർപ്പുയർന്നതോടെ ഉപേക്ഷിച്ചിരുന്നു. ജൂൺ 13-ന് ബാർ ഉടമകളുടെയും മദ്യവിതരണ കമ്പനി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ട്. തുടർന്ന് ഇടത് മുന്നണിയിലും ചർച്ച ചെയ്ത ശേഷമാകും ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിലും അന്തിമ തീരുമാനം. ബാർ ഉടമകൾ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒഴിവാക്കിയാൽ ശക്തമായ രാഷ്ട്രീയ എതിർപ്പ് നേരിടേണ്ടി വരുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. പ്രതിദിനം ശരാശരി 50 കോടിയോളമാണ് ബെപ്കോയുടെ ആകെ വിറ്റുവരവ്. ഡ്രൈ ഡേ ഒഴിവാക്കിയാൽ വർഷത്തിൽ 12 ദിവസത്തെ അധിക വരുമാനം സർക്കാരിന് കിട്ടും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷമാകും പുതിയ മദ്യനയം സർക്കാർ പ്രഖ്യാപിക്കുക. ബാറ്റ് വിഷൻ, തിരുവനന്തപുരം.